Hey guys, what's up? Welcome back to the channel. എം ജെ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് കൊല്ലം മേവറം ജംഗ്ഷനിലാണ്. രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മേവറം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ചധികം നേരമായിട്ട് ഈ സിഗ്നലിൽ തന്നെ നിൽക്കുവാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു 89 കിലോമീറ്ററൂടെ ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. കയ്യിലുള്ളത് ഇന്നൊരു BS4 ഹിമാലയനാണ്. ഹിമാലയൻ എടുത്തുകൊണ്ട് ഇറങ്ങിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് സെക്ഷനൊക്കെ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പശ്ചിമഘട്ട മലനിരകളിലെ തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് അത്യാവശ്യം ഓഫ് റോഡും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ശരിക്കും കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും തമിഴ്നാടിൻ്റെ ഭാഗത്താണ് തെക്കൻ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അറിയപ്പെടുന്നത്. നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നെടുമങ്ങാട് വഴി ആര്യനാട്, പിന്നീട് അത് കഴിഞ്ഞ് ആമ്പൂരി, പിന്നെ പത്തുകാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ഥലത്ത് എത്തിയിട്ട് വേണം നമുക്ക് തെക്കൻ കുരിശുമലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കൊല്ലം, തിരുവനന്തപുരം സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ തെക്കൻ കുരിശുമലയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് പേർക്കൊന്നും അറിയാത്തതും അതേപോലെ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ തെക്കൻ കുരിശുമല എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഏകദേശം ഇനി ഒരു 20-25 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പത്തുകാണി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തുന്നതായിരിക്കും. ഇപ്പോഴേ നമുക്ക് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചെറിയൊരു ഓഫ് റോഡ് സെഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹിമാലയൻ്റെ ലോങ് ട്രാവൽ സസ്പെൻഷൻ കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചായ പോലും കുടിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം വന്നു, നല്ല ഉറക്ക ക്ഷീണം വന്നു. അത് കാരണം ഞാൻ വഴി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നീട് റൈഡ് ചെയ്തത്. പിന്നീട് ഇപ്പം അത്യാവശ്യം നല്ല ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നമുക്കൊന്ന് പവറായിട്ടുണ്ട്. ക്ഷീണമൊക്കെ മാറി. ഇപ്പം ഹിമാലയൻ ആക്ച്വലി ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇതുവരെയായിട്ട് ഞാൻ ഒരു ഒറ്റ ബ്രേക്കാണ് എടുത്തത്. ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് നിർത്തിയത്. ബാക്കി സമയം ഫുൾ ഇരുന്ന് റൈഡ് ചെയ്യുമായിരുന്നു. ഇതുവരെയായിട്ട് എനിക്കൊരു ഉറക്കക്ഷീണം പോയിട്ട് വേറെ അല്ലാതെ എനിക്കൊരു മുഷിച്ചിലോ മടിപ്പോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. എല്ലാം കാണുന്നതൊക്കെ പശ്ചിമഘട്ട മലനിരകൾ തന്നെയാണ്. ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഗോപ്രോയുടെ ഹീറോ 5 എന്നുള്ള വെർഷനാണ്. വല്ലാത്തൊരു വൈബാണ്. ഈ കാട്ടിനിടയിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ. ഈ രണ്ട് സൈഡും മരങ്ങളും നടുക്കൂടെ ചെറിയ റോഡും എന്താ പറയുക, ഒരു ചെറിയ തണുപ്പൊക്കെയുണ്ട്, ഒരു ഇളം കാറ്റൊക്കെ ഉണ്ട്. അപ്പം ചെറിയ വെയിലും ഇളം വെയിലും ഇളം കാറ്റും ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന പോലെയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പത്തുകാണിയിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇതുവഴി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ആർച്ചിൻ്റെ അകത്ത് ഇവിടെ കാളി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാളിമലയിൽ പോയിട്ടാണ് നമുക്ക് അവിടെ നിന്നാണ് തെക്കൻ കുരിശുമലയിലോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററിൻ്റെ അകത്ത് നമ്മൾ കാളിമലയിലേക്ക് പോകാനുള്ള വഴിയിലെത്തുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അവസാനം എന്തായാലും കാളിമലയിലേക്ക് പോകാനുള്ള വഴിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കാളിമലയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു അറിയിപ്പാണ്. അതായത് ഇരുചക്ര വാഹനങ്ങൾക്ക് അകത്ത് പ്രവേശനമില്ലെന്നാണ്. ഞാൻ വലിയ കാര്യത്തിൽ ഹിമാലയനൊക്കെ എടുത്തിട്ട് ഓഫ് റോഡ് ചെയ്യാന്നുള്ള രീതിക്ക് വന്നിരിക്കുകയായിരുന്നു. എല്ലാം 3G ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതുവഴി നമുക്കൊന്ന് മേലോട്ട് നടന്ന് കയറാം. വണ്ടി ഇവിടെ സേഫാണ്. വണ്ടി ഇവിടെ തന്നെ ഇരുന്നോളും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നമുക്ക് നടന്ന് നീങ്ങാം എന്തായാലും. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് കാളിമലയിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കാളിമല ശ്രീ ധർമ്മശാസ്ത്ര ദുർഗാദേവി ക്ഷേത്രം എന്ന്. ഭയങ്കര വലിയ പേരാണ് കേട്ടോ ഇത്, ഈ ഒരു ബോർഡിൻ്റെ അകത്ത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് അതിൻ്റെ പോലീസ് എന്നുള്ളൊരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് വേഗം കയറിയാൽ വേഗം ഇറങ്ങാം. ഏകദേശം 2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. ഇതേപോലെ നല്ലൊരു അനുഭവമായിരിക്കും എന്തായാലും ഇന്ന്. സോ ഗൈസ്, ഞാൻ ഇപ്പം നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം 3 കിലോമീറ്റർ മുകളിലോട്ട് കയറണം കാളിമലയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ദുർഘടമായ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഇതാണ് മേളിലോട്ട് പോകാനുള്ള വഴി. ഇങ്ങനെ ഒരു 3 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കാളിമലയിലോട്ട് ചെന്നെത്താൻ പറ്റത്തുള്ളൂ.
ഇപ്പം ഞാൻ ഏകദേശം ഒരു 600 മീറ്ററെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴേ അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. എങ്ങനെ മേളിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല. പിന്നെ ഈ പരിസരത്ത് നമ്മൾ താഴെ വരുമ്പോഴത്തേക്ക് തന്നെ കടകളും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ബാക്കിലായിട്ടാണുള്ളത്. അപ്പം വെള്ളം, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. താഴെ പിന്നെ 1-2 വീടുകൾ കണ്ടായിരുന്നു കയറി വന്നപ്പോൾ. ഇനി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും അവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ നടക്കുവാണ്. ഗൈസ്, ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏകദേശം 1 കിലോമീറ്റർ ഞാൻ നടന്ന് കയറി മേളിലോട്ട്. വരുന്നതിനിടയിൽ തന്നെ ഒരു 3 ഹെയർ പിൻ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര പാടാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട് മേളിലോട്ട്. കുറേ നാളായി ഒന്ന് നടക്കാനൊക്കെ പോയിട്ട്. ഇപ്പം ശരീരം അനങ്ങാത്തതിനാന്ന് തോന്നുന്നു, നല്ല രീതിക്ക് വേർക്കുന്നുണ്ട്. കൂടാതെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വെയിലെന്ന് പറയാൻ വേണ്ടിയിട്ട് വെയിലുണ്ട്, എന്നാലും ചൂടായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിപ്പം മേളിലോട്ട് കയറി വരുന്നതിൻ്റെ ഒരു സ്ട്രെസ്സിലുണ്ടാകുന്നൊരു വിയർപ്പാണ്. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ്. സോ ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്യണം. കുറച്ച് നേരമായി ഇവിടെ ഇരിക്കുന്നു ഇങ്ങനെ. ആളും അനക്കമൊന്നുമില്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ ഏരിയയിൽ. എങ്ങാനും ഞാൻ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ എന്നെ നോക്കാനും പിടിക്കാനും ആരും തന്നെയില്ല. ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം ബാഗിലിരിപ്പുണ്ട്. പിന്നെ കുറച്ച് രാവിലെ ഇട്ട കോഫി ഇരിപ്പുണ്ട്. അത് മേളിലെത്തിയതിന് ശേഷം ഞാൻ കുടിക്കുന്നുള്ളൂ. വെള്ളം കുടിച്ചു അത്യാവശ്യത്തിന്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ഒരു കിതപ്പൊന്ന് മാറിയതിന് ശേഷം ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മേളിൽ നിന്ന് ആരോ നടന്നു വരുന്നതൊക്കെ തോന്നുന്നു, സൗണ്ടൊക്കെ കേൾക്കുന്നു. അവർ രാവിലെ കയറിയിട്ട് ഇറങ്ങി വരുന്നവരാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കാണാൻ കഴിയുന്നില്ല, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം നമുക്കിവിടെ നിന്ന് പതുക്കെ നീങ്ങാം. കോളൊക്കെ വരുന്നു. അപ്പോൾ റേഞ്ച് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴി തന്നെ ആയിരിക്കണം അത്. താഴോട്ട് കണ്ട വഴികളൊക്കെ രക്ഷയില്ല. ഇത് കാളിമല കുരിശുമല വന്നിട്ട് ഏകദേശം 3000 അടി ഉയരത്തിലാണ്. എബവ് സീ ലെവലിൽ 3000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് തന്നെ നമ്മൾ പകുതിയോളം ആയിട്ടുണ്ട്. 1500 അടി ആയിരിക്കത്തുള്ളൂ. ഇനിയും കയറാനുണ്ട് 1500 അടി മുകളിലോട്ട്. ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് പോയെന്നിരിക്കും. പിന്നെ താഴോട്ട് പോയി പൊടി പോലും കിട്ടത്തില്ല. നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇവിടെ എല്ലാം കാണാം. ഈ വ്യൂ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് ബാക്കി മേലോട്ട് നടക്കാം നമുക്ക്. എത്ര മണിക്ക് നിങ്ങൾ മൊത്തം കയറിയില്ലേ? കയറിയാ? മോളിൽ ചെല്ലുന്ന ഫസ്റ്റ് കാളിമല, അത് കഴിഞ്ഞിട്ട് കുരിശുമല, പിന്നെ അങ്ങോട്ട് മേലോട്ട് കുരിശുമലയിലോട്ട്. നമ്മൾ പകുതി വരെ അല്ലേ ആയിട്ടുള്ളല്ലേ? കാളിമല എത്തുമ്പം തോന്നും തീർന്നു. അങ്ങോട്ടല്ല, മുകളിലോട്ടാണ് നമ്മൾ ഇവിടെ ഇത് കാണാം, ഈ വ്യൂ വരുന്നത്. ഇതിപ്പോ നമ്മൾ വന്ന വഴി തന്നെയല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഞാൻ കൊല്ലം, തങ്കശ്ശേരി അറിയോ? എവിടെ നിങ്ങളവിടെ നിന്ന് വന്നേ? കല്ലടയോ അതോ കല്ലറ? തിരുവനന്തപുരം സൈഡ് തന്നെ. ഓക്കെ. എൻ്റെ പേര് ആൽബൻ എന്നാണ്. ചാനലിൻ്റെ പേര് AMJ വ്ളോഗ്സ് എന്നാണ്. ഇപ്പൊ തുടങ്ങിയുള്ള ഒരു പുതിയ ചാനലാണ്. ശരി എന്നാ. ഇൻസ്റ്റയിലും ഉണ്ട്. AMJ തന്നെ. ശരി എന്നാ. അപ്പോൾ ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം 2 പേരെ ഇപ്പം മീറ്റ് ചെയ്തു. തിരുവനന്തപുരം കല്ലറയിൽ നിന്നങ്ങാണ്ട് വന്നിട്ടുള്ള 2 പേരാണ്. അവർ രാവിലെ തന്നെ വന്ന് കയറിയിട്ട് ഇപ്പോൾ അവർ തിരിച്ചിറങ്ങി പോകുന്നേ ഉള്ളൂ. പകുതി വഴി ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ മേളൊരു അമ്മ ഇരിപ്പുണ്ട്. അപ്പം അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടുത്തെ പ്രത്യേകതകളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു കടയും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അത്യാവശ്യം കുറച്ച് വെള്ളവും എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ചിട്ട് പെതുക്കെ മുന്നോട്ട് നീങ്ങാം. അങ്ങനെ അവസാനം ഒരു കടയാണെന്ന് തോന്നുന്നു അവിടെ കാണുന്നുണ്ട്. അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് പെതുക്കെ നീങ്ങിയാൽ മതി. ഇന്നിപ്പോൾ നേരത്തെ പോയിട്ട് അർജൻറ്റൊന്നുമില്ല. ഒരമ്മയുണ്ട് അവിടെ. എല്ലാം ഉണ്ടായി കഴിക്കാൻ അവിടെ നനയാ. 2 കിട്ടോ ഉപ്പ് മനസ്സിലായി. ഗൈസ്, അപ്പം കുറച്ച് നേരം അവിടെ ചേച്ചിയായിട്ടിരുന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ റെസ്റ്റ് എടുത്തു. ഒരു തണുത്ത സോഡാ നാരങ്ങ കുടിച്ചു, ഉപ്പിട്ട സോഡാ നാരങ്ങ കുടിച്ചപ്പോൾ കുറച്ചൊന്ന് എനർജറ്റിക് ആയിട്ടുണ്ട്. ഇനി ബാക്കി കുരിശുമലയിലേക്കുള്ള വഴിയാണിതിപ്പം അങ്ങോട്ട് പോകുന്നത്. ഇത് കാളിമല ശ്രീ ശാസ്താ ധർമ്മ അമ്പലമാണിത്. കാളിമല അമ്പലമാണ് ഇങ്ങോട്ട് പോകുന്ന വഴി. സോ നമുക്ക് ആദ്യം കുരിശുമല പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കാളിമലയിലൊന്ന് കയറി നോക്കാം. ഇത് അയ്യപ്പ ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുരിശുമലയിലോട്ട് പോകാം. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെയൊക്കെ. കുരിശുമലയിലേക്ക് പോകുന്ന വഴിയിൽ അന്നേരം ഇതേപോലെ ചെറിയ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. ചെറിയൊരു വഴിയാണിത്. അപ്പം കുരിശുമലയിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ നിഴലും കൂടെ നടന്നു പോവുകയാണ്. ഇങ്ങനെ വേറെ ആരുമില്ല ഗൈസ് ഇവിടെ. ചേച്ചിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ നേരത്തെ കണ്ട 2 പേര് മാത്രമാണ് ഇന്നത്തെ ഇവിടുത്തെ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അവർ രാവിലെ വന്ന് കയറി, ഞാൻ കയറി വരുമ്പോഴാണ് അവർ തിരിച്ചിറങ്ങി പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മലയുടെ മേളിലിപ്പോൾ ആക്ച്വലി. പിന്നെ തൊട്ട് താഴെ അവിടെ കാളി ക്ഷേത്രത്തിൽ അടുത്തൊരു പൂജാരിയും ഉണ്ട്, തൊട്ട് താഴെ നമ്മുടെ ആ ചേച്ചിയും ഉണ്ട്. അപ്പം ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് കാണാമെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ട്. കുരിശുമല പോകുന്ന വഴി തന്നെയാണ്. ചെറിയൊരു വ്യൂ പോയിൻ്റ് കിടക്കുക. നല്ലൊരു മൂടായിരിക്കും. നോക്കട്ടെ, ഒരു രക്ഷയില്ല. ഇപ്പോഴാണൊരു സമാധാനമായത്. ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വന്ന് ഇത്രയും മേലോട്ട് കയറിയിട്ട് ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. ഒന്ന് കണ്ടു നോക്ക് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. നിങ്ങൾ കണ്ടോ. നമുക്ക് സമയം കളയാണ്ട് നേരെ കുരിശുമലയിലേക്ക് നടക്കാം. അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ സൈഡിൽ കൂടെയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ ഇത്രയും ഉള്ളൂ സ്ഥലം. വീണ് പോയാൽ തീർന്നു, നേരെ താഴോട്ട് പോകും. പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. ഇതും ഒരു അമ്പലമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. സോ ഞാൻ അകത്തോട്ട് കയറുന്നില്ല, കാരണം ഷൂ ഇട്ടേക്കുവാണ്. എനിക്ക് ഷൂ ഒക്കെ അഴിക്കാൻ വയ്യ എന്നെ കൊണ്ട്. അവിടെ അമ്പലത്തിൻ്റെ മതിലിൻ്റെ അവിടെ മറ്റേ വെളിച്ചപ്പാടിൻ്റെ വാളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കുരിശുമലയുടെ സൈഡിലോട്ടൊന്ന് നടക്കാം. ഇതുവഴിയാണ് തോന്നുന്നു പോകുന്നത്. ഇത് ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കുരിശുണ്ട്. 1-ാം കുരിശാണോ ഇവിടെ? എത്രയാണ് മൊത്തത്തിൽ ചേച്ചി പറയുന്നത് കേട്ടു. ഏകദേശം ഒരു 14 കുരിശുണ്ട്. 14ാമത്തെ കുരിശാണ് ഏറ്റവും ലാസ്റ്റുള്ളത്. ചിക്കൻ കുരിശുമല എന്ന് പറയുന്നത് അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ റിസർവോയറാണ് അതവിടെ. അപ്പം എൻ്റെ പുറകിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവോയറാണ്.
പിന്നെ കേരള തമിഴ്നാട് ബോർഡർ കൂടെയാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് ചെറിയ കുരിശ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നിന്ന് വേണം മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓ പൊളി, ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. ആ വഴിയാണ് വന്നത്. ആ പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇനി മേളിലോട്ട് പോകാനുണ്ട്. കാരണം ഏറ്റവും വലിയ കുരിശ് 14ാമത്തെ കുരിശ് എന്ന് പറയുന്നത് അങ്ങറ്റത്താണ്. അപ്പം അവിടെ വരെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഇവിടെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പതുക്കെയാണ് നടക്കുന്നത്. ഓരോ സ്ഥലവും കണ്ട് ഓരോ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച്. കാരണം ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, നമ്മളെ ശല്യം ചെയ്യാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. സോ അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം ഗൈസ്, ഇവിടെ ഗേൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല സ്റ്റാമിന ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നു. വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറിക്കും. സോ അതെ, അടുത്ത കുരിശ് ഇവിടെയുണ്ട്. സെയിം വ്യൂ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതേ വഴി നമ്മൾ വീണ്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ കുരിശിൽ പോയി എത്താൻ പറ്റും. നമുക്ക് സമയം കളയാണ്ട് നടക്കാം. വെയിൽ കയറുന്നതനുസരിച്ച് നമ്മൾ ക്ഷീണിക്കും. ആക്ച്വലി കുറച്ചുകൂടെ നേരത്തെ വന്ന് കയറാനുണ്ടായിരുന്നു. ഒരു റോങ് ടൈമായി പോയി വന്നെത്തിയത്. സാരമില്ല, ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ. ഇതോ ഇടയിലൊരു നീല കളർ കാണുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കുരിശ്. സോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ. ഇതുവഴി ഇങ്ങനെ പോകാൻ നോക്കാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ കയറി. നമ്മൾ തെക്കൻ കുരിശുമലയുടെ അടുത്തെത്തി. ഒരു രക്ഷയില്ല ഗൈസ്, ഇതൊരു വല്ലാത്തൊരു അഡ്വഞ്ചറായിപ്പോയി. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, നല്ല കിതപ്പുണ്ട്. അതാണ് കുരിശ്. നമുക്ക് അടുത്തോട്ട് പോവാം. ഓ, വയ്യം. സോ ഗായ്സ്, ഈ ഒരു കുരിശ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് വന്നത്. ബൈക്കിൽ യാത്ര മാത്രം അല്ല ഗൈസ്, ഇത്രയും നടന്ന് ഓ ഒരു രക്ഷയില്ല. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയോ. കുരിശിൻ്റെ തൊട്ടടുത്തുണ്ട്. തൊട്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ മലതൻ്റെ അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും ചെറിയ ഗ്യാപ്പ് ഇടയിൽ കാണുന്നുണ്ട്. പൊളി വ്യൂ അല്ലേ, സെറ്റ് വ്യൂ. ഒരു രക്ഷയില്ല. കിതപ്പുണ്ട്, വിയർപ്പുണ്ട്, എല്ലാം ഉണ്ട്. പ്ലീസ് ബെയർ വിത്ത് മീ. ഒരു രക്ഷയില്ല. എത്ര സെലിബ്രിറ്റി ആണെങ്കിലും എത്ര സെലിബ്രിറ്റി ബ്ലോഗറാണെങ്കിലും ഈ മലയൊന്ന് കയറി വന്നിട്ട് വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എത്ര തുടച്ചിട്ടും കാര്യമില്ല. അത്യാവശ്യം ചൂടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഫൈനലി കുരിശുമലയിലെത്തി. കുരിശ് കണ്ടു, കുരിശിനൊപ്പം നമിച്ചു. ഇനി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം പതുക്കെ നമുക്ക് താഴോട്ട് പോകാം. ഓ, അതൊക്കെ വീണ് കഴിഞ്ഞാൽ പോക്കാട്ടോ ഗൈസ്, ശ്രദ്ധിച്ച് വേണം വയ്ക്കാൻ.
സമാധാനമായി. അത്യാവശ്യം റോഡ് കുഴപ്പമില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഓഫ് റോഡ് ചെയ്യാമായിരുന്നു. ആക്ച്വലി ഞാൻ വണ്ടി ഹിമാലയം കൊണ്ടുവന്നത് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് റോഡിൻ്റെ സ്ഥിതി കണ്ടിട്ട് വണ്ടി നാശമാകുന്നല്ലാതെ നമുക്ക് മര്യാദയ്ക്ക് ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനേക്കാളും നല്ല നമ്മൾ നടന്നു വരുന്നത്. അത്യാവശ്യം എക്സസൈസുമായി. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 കിലോ എങ്കിലും കുറഞ്ഞു കാണും. നമുക്ക് കുറച്ച് നേരം ഈ തണലത്തിരുന്ന് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കോഫി ഇട്ടായിരുന്നു, കട്ടൻ കാപ്പി. സോ അപ്പം അത് ഒരു കപ്പൊക്കെ കുടിച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് താഴോട്ടിറങ്ങാം. സോ ഗൈസ്, നമ്മളിപ്പം കുരിശുമലയിൽ നിന്ന് ഇറങ്ങുവാണ്, തിരിച്ചിറങ്ങുവാണ്. ഇനി നമ്മൾ കയറി അത്രയും ദൂരം തന്നെ തിരിച്ച് താഴോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ഇവിടെ ഒരു 1 hour മേലെ ഞാൻ സ്പെൻഡ് ചെയ്തു. നല്ല വൈബാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കെന്തായാലും വർത്താണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നെത്തി. ഇത്രയും മേളിലോട്ട് എത്തിയതിന് ശേഷം എനിക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നും വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാം ഇവിടെ നിന്ന്. ഇനിയിപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ആകെ കോഫിയാണ്. 2 കോഫി കുടിച്ച് കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡാണ് ഇപ്പം. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് വല്ല ഹോട്ടലിൽ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെല്ലും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമോ അന്നേരമൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ, റൈറ്റ് സേഫ്. ആ കാണുന്ന 4 മലയിൽ നിന്ന് 2 കേരളത്തിൻ്റെ, ആ നടുക്കുന്നുള്ള ഗ്യാപ്പ് ഇപ്പുറത്തുള്ള 2 മല തമിഴ്നാട്ടിൻ്റെയാണ്. അപ്പോൾ കുരിശുമല വന്നിട്ട് തെക്കൻ കുരിശുമല ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടാണ്. ഓക്കെ.